ഹായ്, എന്തുണ്ട് വിശേഷം? ഇന്നൊരു പുതിയ സാധനമാണ്. നിങ്ങൾ എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ ഇടയ്ക്ക് കഴിക്കുന്നതാണ്. അസാധ്യ സാധനമാണ്. കാണിച്ചു തരാം. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയോ. ഇതാണ് സാധനം. ഇത് നമ്മുടെ മട്ടൻ്റെ ബ്രെയിനാണ്. ഇതൊരു 5 മട്ടൻ്റെ ബ്രെയിനുണ്ട്. അത്രേ ഉള്ളൂ. ഇത് വെച്ചൊരു കിടിലായിട്ട് അസാധ്യ ടേസ്റ്റുള്ള സാധനമാണ്. ഈ സാധനത്തിൽ omega-3 ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ പിള്ളേരുടെ ബ്രെയിൻ വളർച്ചയ്ക്ക് നല്ല സാധനമാണ്. ഇതൊന്നുമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റാണ്. അസാധ്യ ടേസ്റ്റാണ്. ഞാൻ പണ്ട് നാട്ടിൽ വെച്ച് ഒരുപാട് കഴിക്കാറുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ കഴിക്കാറുണ്ട്. ഇതിപ്പോൾ എനിക്ക് ഇന്ന് കിട്ടിയതാണ്. ഇതെന്തായാലും ഉണ്ടാക്കുന്ന പലർക്കും അറിയില്ല. ഞാൻ ഉണ്ടാക്കി കാണിക്കാം. എൻ്റെ കൂടെ പോര് ബാ. അപ്പം പണി തുടങ്ങുവാണ്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കാണും. എണ്ണ ഒഴിച്ചു കൊടുക്കാതെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. ഇനി അടുത്ത് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവോള ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. മതിയാവും. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിടുന്നുണ്ട്. കാര്യം ആ ബ്രെയിനും വേണമല്ലോ. കുറച്ച് പച്ചമുളക്. നമ്മൾ മുളക് പൊടിയൊന്നും ഇടുന്നില്ല. അതുകൊണ്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടുന്ന. കുറച്ച് മഞ്ഞപ്പൊടി. മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇനി ഒരല്പം മസാലപ്പൊടി. ഒരുപാട് ഇടുന്നില്ല, കുറച്ച് ഇടും. അത്ര മതി. ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടെ. കുരുമുളക് ഇച്ചിരി നമ്മൾ കൂട്ടിയിടുന്നുണ്ട്. കുരുമുളകാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പിന്നെ ഇടാം. ആ കുരുമുളകും മസാലപ്പൊടിയും എല്ലാം കൂടി ചേർന്നപ്പോൾ ഉള്ളിയും കൂടെ മുരിയുന്ന ഭയങ്കര സ്മെല്ല്. രക്ഷയില്ലാത്ത സ്മെല്ല്. ഇത് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ് കേട്ടോ. സംഭവം കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനത്തിന് ഇടുന്നത്. നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് നമ്മുടെ മസാല ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് റെഡിയാവും. വളരെ പെട്ടെന്നാണ്. നമുക്കിനി നോക്കാനുള്ളത് 2 കാര്യമാണ്. ഉപ്പും നമ്മുടെ കുരുമുളക് പൊടി. ഇത് മാത്രമേ ഇനി വേണ്ടതുള്ളൂ. വേണമെങ്കിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. വേവിച്ചെടുക്കാം. ഇനി ഇവനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വെച്ചോളൂ. പെട്ടെന്ന് വേഗം. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില തൂളി ഇടുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് കൊടുക്കുക. കുരുമുളകൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി ഒന്നും വേണ്ട. കുരുമുളക് ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി നമ്മുടെ തേങ്ങാപ്പീര ഉണ്ടോ, നല്ല ഫ്രഷ് തേങ്ങാപ്പീരയാണ്.
അതങ്ങോട്ട് കുറച്ചിടുക. ഇത് കൂടെ അങ്ങോട്ട് ഒന്നിളക്കുക. ശരിക്കും ഇത് കണ്ടാൽ മുട്ടത്തോരൻ പോലെ ഇരിക്കും. കറക്റ്റ് മുട്ടത്തോരൻ ഇത് കണ്ടു കഴിഞ്ഞാൽ. അസാധ്യ ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റുള്ള ഡിഷാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, സാധനം റെഡിയാണ്. ഇതാണ് നമ്മുടെ മട്ടന്റെ തലച്ചോറ് ചിക്കി എടുത്തത്. നോക്കിയേ, ആഹാ അടിപൊളി, കണ്ടോ? സൂപ്പറല്ലേ? ഒടുക്കത്തെ ടേസ്റ്റ് ആയത്. ഭയങ്കര ടേസ്റ്റിയുള്ള സാധനമാണ്. ഈ സാധനമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, ഒരു രക്ഷയില്ല. അപ്പം തന്നെ കഴിക്കണം. എനിക്കിത് സ്മെല്ലടിച്ചിട്ടുണ്ട്, എൻ്റെ കൺട്രോൾ പോയി നിൽക്കുവാണ്. ഞാൻ ടേസ്റ്റ് ചെയ്യുവാണ്. പാത്രത്തിലൊന്നും എടുക്കാനുള്ള സമയമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ടേസ്റ്റ് ചെയ്യാം. ചൂടുണ്ട്, പക്ഷെ ചൂടൊന്നും വിഷയമല്ല. അപ്പോൾ ടേസ്റ്റ് ചെയ്യണം. നല്ല ചൂടാ. നല്ല ചൂടും. കിടില, സൂപ്പർ ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മുടെ തേങ്ങാപ്പീരിയുടെ ഒക്കെ ക്രഞ്ചിയും ഉള്ളി മുരിഞ്ഞതും അതുപോലെ ആ തലച്ചോറും എല്ലാം കൂടെ ഒരു രക്ഷയില്ലാത്ത ഒടുക്കത്തെ ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ട് കഴിച്ചു നോക്കണം, ഒരു രക്ഷയില്ല. നല്ല എരിവുണ്ട്, കുരുമുളകും പച്ചമുളകും ഒടുക്കത്തെ ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാൻ ഭയങ്കര ടേസ്റ്റ്. ഞാൻ ഇത് കഴിക്കുവാണ്, പിന്നെ കാണാം.